രേവതി അങ്ങനെ സ്വന്തം വീട്ടിലിരുന്ന് കരയാണ് കേട്ടോ. അപ്പോൾ രേവതിയുടെ അമ്മ പറയും, മോളെ നീ ഇവിടെ നിന്ന് ഇരുന്ന് ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം, നീ വേഗം സച്ചിയുടെ വീട്ടിലേക്ക് ചെല്ലാൻ നോക്കുക എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ രേവതിയുടെ അനിയൻ ശരത്ത് പറയും, അതല്ലേ അമ്മ ചേച്ചി പറഞ്ഞ, ചേച്ചി അവിടെ ചെന്നപ്പോൾ അവരവിടെ നിന്ന് ഇറക്കി വിട്ടു എന്ന്, അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ, വീണ്ടും വീണ്ടും എന്താ അമ്മ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ സച്ചിയുടെ അടുത്തേക്ക് ചെന്ന് നോക്ക്, സച്ചി നിന്നെ ഒരിക്കലും കൈവിടില്ല, അവൻ നല്ലവനാണെന്ന് പറയും. അപ്പോൾ രേവതി പറയും, സച്ചേട്ടനാണ് ഇന്നലെ എന്നെ ആ കാറിൽ കയറ്റാണ്ട് പോയത്, അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേയോ, നീ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ വേഗം പോകുമെന്ന് പറയും കേട്ടോ. അപ്പോൾ ശരത്ത് പറയും, എന്തായാലും ചേച്ചി വന്നില്ലേ, ചേച്ചി 2 ദിവസം ഇവിടെ നിൽക്കട്ടെ, അതിന് ശേഷം നമുക്ക് പിന്നെ മെല്ലെ പോവാം, അപ്പത്തിന് അവരുടെ ദേഷ്യമൊക്കെ ഒന്ന് മാറും എന്ന് പറയും. ഇവളിവിടെ 2 ദിവസം നിന്ന് കഴിഞ്ഞാലേ പിന്നെ അത് 2 വർഷമോ 2 മാസമൊക്കെ ആവും, അതൊന്നും പറഞ്ഞിട്ട് നീ ഇപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് രേവതിനെ അവിടെ നിന്ന് പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ രേവതി പറയും, അമ്മ ഞാൻ എങ്ങടെ അമ്മ പോകണ്ട, എന്നോട് ഒന്ന് പറഞ്ഞേക്കല്ലേ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ ഇപ്പം തന്നെ പോകണം, നീ സച്ചിയുടെ വീട്ടിലാണ് നിൽക്കേണ്ടത്, അല്ല അവർ പറയുന്നതൊന്നും നീ ശ്രദ്ധിക്കേണ്ടത്, നീ സച്ചിയുടെ വീട്ടിലാണ് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് രേവതിനെ അവിടെ നിന്ന് പുറത്താക്കുക കേട്ടോ. രേവതിയാണെങ്കിൽ എങ്ങടെ പോകേണ്ടതെന്ന് അറിയാണ്ട് നേരെ അമ്പലത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അമ്പലത്തിൽ ഒരു അമ്മാമ്മ വന്നിട്ട് രേവതിയോട് സംസാരിക്കുകയാണ്, മോളെ നീ അവരെ സഹായിച്ചിട്ട് നിന്നെ പെരുവഴിയിലാക്കിയിട്ട് അവർ മുങ്ങിയില്ലേ എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. അവർ രേവതി ഒന്നും മിണ്ടാതെ അതൊക്കെ കേട്ട് നിൽക്കും കേട്ടോ. അങ്ങനെ സച്ചിയാണെങ്കിൽ സച്ചിയുടെ അടുത്തേക്ക് പോകാനാണ് ഇനി അടുത്തത് രേവതി നോക്കുന്നത്. സച്ചിയാണെങ്കിൽ രേവതിനെ വീണ്ടും ചീത്ത പറഞ്ഞ് വിടാനാണ് ചാൻസ്. അങ്ങനെ ശ്രീകാന്താണെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഓരോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വർഷയാണെങ്കിൽ അതിനൊക്കെ ഹായ് നല്ല രസമുണ്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞതാക്കും. അങ്ങനെ അവസാനം വർഷ പറയും, നമുക്കിന്ന് സിനിമയ്ക്ക് പോയാലോ എന്ന് പറയുമ്പോൾ, ഏയ് ഞാനില്ലേ വർഷ, നീ പൊക്കോ, ഞാനില്ലേ, എനിക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ വർഷ ചോദിക്കും, അതെന്ത് പറ്റി, പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, അത് ശരിയാവില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.